എൻ്റെ ഗുരുനാഥനായ ഗുരുതുല്യം നമ്മൾ കാണുന്ന ഒരു ചെന്നൈയിലെ ഒരു ഡോക്ടർ. അദ്ദേഹം ഇപ്പോൾ എവിടെയും കുറച്ച് കാലമായിട്ട് കാണുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒന്നും കാണില്ലല്ലോ. അപ്പം അദ്ദേഹം വലിയൊരു സർജറി കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ഒന്ന് വിശ്രമിക്കണമെന്ന് പറഞ്ഞു. ഈ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ അമേരിക്കയിലും ലണ്ടനിലൊക്കെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിലും അമേരിക്കയിലും സൗകര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ കേൾക്കില്ല ലണ്ടനിൽ പോയി ഓപ്പറേഷൻ ചെയ്തു. ഒരാകാംക്ഷ എന്തോ ഓപ്പറേഷനാണ് ഇതെന്ന് അറിയാനുള്ളത്. അപ്പോൾ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ശ്വാസകോശം ഹൃദയം ഒന്നിച്ച് മാറ്റി വെച്ചിട്ടാണ്. 30 കോടി രൂപയുടെ ചിലവ് വന്നു. അപ്പോൾ ഒരു 75 വയസ്സ് കഴിഞ്ഞ ഒരാൾ 30 കോടി രൂപ ചിലവാക്കിയിട്ട് ഹൃദയം ശ്വാസകോശം മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഡോക്ടർ പണിയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒരു 30 കോടിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. ഇങ്ങനെ ഓരോരുത്തർ നോക്കി ഉണ്ടാക്കണ്ടേ, ഒരു സ്ഥലം മറിച്ച് വെക്കല്ലല്ലോ പോയി. ഇത്രയും കാലം പൈസ ഉണ്ടാക്കിയിട്ട് പടച്ചോണി 75 വയസ്സിൽ കൊണ്ടുപോയി കണ്ടു പിന്നെ ഇതൊക്കെ കൂടി മാറ്റി കയറിപ്പോൾ. പക്ഷെ എന്താ പറയുക, മനുഷ്യനങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ജീവിക്കാൻ എന്തും ചിലവാക്കാൻ തയ്യാറാണ്. നമുക്ക് തോന്നും, ഇപ്പം ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, ശരിയല്ല. പക്ഷെ അതിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ചിലവാക്കിയിട്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതന്നെയാണ് നല്ലതെന്ന് തോന്നും. ഇപ്പം നമ്മൾ ചില ആൾക്കാർ നമ്മളോട് പറയും, ചില ആൾക്കാർ ഇങ്ങനെ എപ്പോഴും ഈ നമ്മളെ കണ്ടാൽ പൈസ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിയിട്ട് ഇങ്ങനെ പയ്യരം പറഞ്ഞോളൂ. അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി, അത് കിട്ടാനാണ് പറയുന്നത്. എന്നാലും പറയുമ്പോഴല്ല വാക്കുണ്ടല്ലോ, പടച്ചൊന്നും തന്നിട്ടില്ല. ആകെ 4 സെന്റ് സ്ഥലം ഉണ്ട്, അതിൽ പെരി മര്യാദയില്ല. പടച്ചോ ഒന്നും തന്നിട്ടില്ല. പടച്ചോ തന്നതിൻ്റെ കണക്കുകൾ കൂട്ടുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ശ്വാസകോശത്തിന് ഹൃദയത്തിന് വില നിങ്ങൾക്ക് മനസ്സിലായി 30 കോടിയാണ്. നമുക്ക് അതിന് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇപ്പം എന്താ, അയാൾ ശ്വാസകോശ ഹൃദയം 30 കോടിക്ക് മാറ്റി വെച്ചിട്ട് അറിയുമ്പോൾ ഈ മുതലിന് 30 കോടി വില ഉണ്ടെന്നുണ്ട്. എന്നിട്ടാ പറയുന്നത് പടച്ചോ തന്നിട്ടില്ല. പറയാൻ പാടില്ല നമ്മൾ അല്ലേ. ലിവർ മാറ്റി വെച്ച് ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ലിവർ മാറ്റി വെക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ലിവറിൽ വെച്ചു. ഇവിടെ അങ്ങനെ രക്തബന്ധത്തിൽപ്പെട്ട ലിവർ കിട്ടാൻ കുറച്ച് ഇടങ്ങാറാണ്. ഇവിടെ അങ്ങനെ ബന്ധത്തിൽ വെച്ച് ലിവറെ ഇവിടുന്ന് മാറ്റാൻ പറ്റുള്ളൂ. പൈസ കൊടുത്ത് വാങ്ങിയ ലിവർ കേരളത്തിൽ മാറ്റാൻ പറ്റില്ല, കാരണം അതിൻ്റെ നിയമങ്ങൾ കുറച്ചും കൂടി കർക്കശമാണ് ഇവിടെ. അതുകൊണ്ട് ആൾക്കാർ തമിഴ്നാട്ടിൽ പോയി ലിവർ മാറ്റിയത് 45 ലക്ഷം. ലിവർ നമ്മൾ ഈ അച്ചുമണി ഇപ്പോൾ രാവിലെ വെള്ളിയാഴ്ച ഇറച്ചിക്ക് പോകുമ്പോഴല്ലോ ഒരു ഔത്തർച്ചിൻ്റെ കണ്ടം കണ്ടിടുന്ന പറയാം. മുഴുവൊന്നും ഇപ്പോൾ നമുക്ക് വേണ്ട, ഒരു പീസ് എടുക്കുള്ളൂ. അതേമാതിരിയാണ് ലിവർ മാറ്റാൻ, ഒന്നായിട്ട് വേണ്ട, ഒരു പീസ് കിട്ടിയാൽ മതി. ആ പീസിനാണ് ഈ 40 ലക്ഷം രൂപ കൂടി മാറ്റി വെക്കാനും അയാൾക്കുള്ള പൈസയൊക്കെ കൂടി. അപ്പം നമ്മൾ പറയാൻ പാടില്ല, ഒന്നും തന്നിട്ടില്ല പടച്ചോന്ന്.